ഡിയർ ഫ്രണ്ട്സ്, ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം നമ്മൾ ബാങ്ക് അക്കൗണ്ടിനെ കുറിച്ചുള്ളതാണ്. നമുക്ക് പലർക്കും പലപ്പോഴായിട്ട് പലരും വന്നിങ്ങനെ ബാങ്ക് അക്കൗണ്ടുകൾ തുടങ്ങി വയ്ക്കും. നമ്മൾ മെയിൻ ഉപയോഗിക്കുന്ന അക്കൗണ്ടുകൾ അല്ലാത്ത അക്കൗണ്ടുകളിൽ പിന്നെ നമ്മളത് അക്കൗണ്ട് ഓപ്പറേഷൻ നടത്താതെ അവിടെ കിടക്കും. അങ്ങനെ കിടക്കുന്ന ഒരു 12 മാസത്തോളം അങ്ങനെ കിടക്കുന്ന അക്കൗണ്ടുകൾ, ഒരു ട്രാൻസാക്ഷൻ ചെയ്യാതെ കിടക്കുന്ന അക്കൗണ്ടുകൾ ഇന്നാക്റ്റീവ് ആയിട്ട് മാറും. ഇന്നാക്റ്റീവായിട്ട് മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ബാങ്കിൻ്റെ ഇൻട്രസ്റ്റ് അതിൽ വരുന്ന FD ചിലപ്പോൾ ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെ കാര്യം ഇൻട്രസ്റ്റ് ഒക്കെ അക്കൗണ്ടിലേക്ക് വരുമായിരിക്കും. അതൊക്കെ നമ്മുടെ ഒരു ട്രാൻസാക്ഷൻ ആയിട്ട് ബാങ്കുകാർ കണക്കാക്കുന്നതല്ല. അപ്പോൾ ഒരു കൊല്ലം അങ്ങനെ കിടന്ന അക്കൗണ്ടുകൾ ഇന്നാക്റ്റീവ് ആവും. അങ്ങനെ തന്നെ വീണ്ടും ടോട്ടലി 24 മാസം, അത് 2 കൊല്ലത്തേക്ക് അതിങ്ങനെ കണ്ടിന്യൂ ചെയ്താൽ നിങ്ങളുടെ അക്കൗണ്ടുകൾ ഡോർമെൻ്റ് ആയിട്ട് മാറും. ഈ ഡോർമെൻ്റ് ആയിട്ട് മാറിക്കഴിഞ്ഞാൽ നിങ്ങളെ ഒരു ECSO അങ്ങനെ വല്ലതൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും നടക്കില്ല. നിങ്ങളുടെ ATM കാർഡ് ബ്ലോക്ക് ആവും. നിങ്ങൾക്ക് അക്കൗണ്ടിൽ ഒന്നും ചെയ്യാൻ സാധിക്കാതെ വരുന്നുണ്ട്. അപ്പോൾ ഇന്നാക്റ്റീവ് ആക്കാതെ നോക്കുക. ഡോർമെൻ്റ് ആയി കഴിഞ്ഞാൽ 24 മാസം കഴിഞ്ഞാൽ അക്കൗണ്ട് ഡോർമെൻ്റ് ആവും. നിങ്ങൾക്ക് ഡോർമെൻ്റ് അക്കൗണ്ട് നിങ്ങൾക്ക് ആക്റ്റീവ് ആക്കാം. നിങ്ങൾ നിയറസ്റ്റ് ബ്രാഞ്ചിൽ പോയിട്ട് നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട് ആക്റ്റീവ് ആവുന്നതായിരിക്കും. കാലാകാലങ്ങളിൽ നിങ്ങൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ടെങ്കിൽ ആ ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെ ഇൻട്രസ്റ്റ് ഈ അക്കൗണ്ടിലേക്ക് വരുന്നുണ്ടെങ്കിൽ പോലും അത് നിങ്ങളൊരു ട്രാൻസാക്ഷൻ ആയിട്ട് കണക്കാക്കുന്നതല്ല. നമ്മൾ നേരിട്ട് പോയിട്ട് അടയ്ക്കുകയോ അല്ലെങ്കിൽ ബാങ്ക് വഴി ട്രാൻസ്ഫർ ചെയ്യുന്നതോ ആണെങ്കിൽ മാത്രമേ നമ്മളെ അക്കൗണ്ട് ആക്റ്റീവായിട്ട് കണക്കാക്കുള്ളൂ. കൊല്ലത്തിൽ ഒരിക്കലെങ്കിലും ഒരു ട്രാൻസാക്ഷനെങ്കിലും നടത്തുക. അപ്പോൾ നിങ്ങളുടെ അക്കൗണ്ട് ഇനാക്റ്റീവ് ആകത്തില്ല. അതിൽ മിനിമം ബാലൻസ് ഇല്ല എന്ന് പറഞ്ഞ് നിങ്ങളുടെ പേഴൊന്നും ചാർജ് ചെയ്യത്തില്ല. ആക്റ്റീവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ പൈസ അടയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല. ജസ്റ്റ് KYC അപ്ഡേറ്റ് ചെയ്താൽ മതി. അങ്ങനെ നിങ്ങൾ അക്കൗണ്ട് ആക്റ്റീവ് ചെയ്യും. അങ്ങനെ 10 കൊല്ലം അക്കൗണ്ട് കണ്ടിന്യൂ ചെയ്താൽ ആ അക്കൗണ്ട് നിൽക്കുന്ന ബാലൻസുകൾ മുഴുവൻ റിസർവ് ബാങ്കിൻ്റെ അക്കൗണ്ടിലേക്ക് മാറും. പിന്നെ റിസർവ് ബാങ്കിൻ്റെ ഒരു സൈറ്റ് ഉണ്ട്, അതിൽ പോയിട്ട് നിങ്ങൾക്ക് പൈസ അതിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാനുള്ള സൗകര്യവും ഇപ്പോൾ ബാങ്ക് അത് ചെയ്തു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ കഴിയുന്ന ആവശ്യമില്ലാത്ത അക്കൗണ്ടുകളാണെങ്കിൽ നിങ്ങൾ ക്ലോസ് ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ വൺസിനെ ഇയറെങ്കിലും ഒരു ആക്ടിവേഷൻ നടത്തിയിട്ട് അക്കൗണ്ട് ആക്റ്റീവായിട്ട് നിർത്താൻ ശ്രദ്ധിക്കുക. താങ്ക് യു.